അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ KNMന്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ പാലത്ത്, ISM സംസ്ഥാന ഭാരവാഹികളെ, അതുപോലെ മറ്റു ബഹുമാന്യരായ KNMന്റെയും ജമിയത്തുൽ ഉലമയുടെയും ഒക്കെ നേതാക്കന്മാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, രക്ഷിതാക്കളെ, വൈജ്ഞാനിക വിനിമയ രംഗത്ത് 3 പതിറ്റാണ്ട് കാലം പ്രശംസാർഹമായ സേവനം അനുഷ്ഠിച്ച് അതിൻ്റെ പ്രൗഢിയിൽ നിലനിൽക്കുന്ന ഈ ജാമിയ സലഫിയയുടെ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന 30ാം വാർഷിക മഹാസമ്മേളനത്തിൽ 3ാമത്തെ ദിവസമായ ഇന്ന് ആദ്യത്തെ സെഷനായ കുടുംബ സംഗമത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ പരിപാടി ശ്രവിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ബഹുമാന്യ സഹോദരന്മാരെയും സഹോദരികളെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയും എല്ലാവർക്കും സർവശക്തനായ പടച്ച തമ്പുരാന്റെ അനുഗ്രഹങ്ങളും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. കുടുംബം എന്നത് ഏത് കാലഘട്ടത്തിലും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യരിവിടെ നിലനിൽക്കുന്നത്, മനുഷ്യർ മാത്രമല്ല, ലോകത്തിലെ സകല ജീവജാലങ്ങളും നിലനിൽക്കുന്നത് ചില ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ജീവനുള്ളതാകട്ടെ ജീവനില്ലാത്തതാകട്ടെ, ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും നിലനിൽക്കുന്നത് ചില ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഭൂമിയും മറ്റ് ഗോളങ്ങളും ഗുരുത്വാകർഷണ ബന്ധത്തിൻ്റെ ബലത്തിലാണ് നിലനിൽക്കുന്നത് എന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ മനുഷ്യനും ചില ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നിലനിൽക്കുന്നതും അവരുടെ കർമ്മങ്ങൾ വിലയിരുത്തപ്പെടുന്നതും. ചിലത് നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ മറ്റു ചിലത് ബാധ്യതകളുടെ അടിസ്ഥാനത്തിലാകുന്നുവെന്ന് മാത്രം. ഏത് രീതിയിലായാലും ചില നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഈ ലോകത്ത് മനുഷ്യർക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടങ്ങനെ നിയമങ്ങൾ അംഗീകരിക്കണം എന്ന് പറയുന്നു? എല്ലാവർക്കും ഒരുപോലെ സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ എല്ലാവരുടെയും സ്വാതന്ത്ര്യം നിയന്ത്രിക്കപ്പെടണം എന്നത് ഈ പ്രപഞ്ചത്തിലുള്ള സമൂഹത്തിലുള്ള സകല മനുഷ്യരും അംഗീകരിക്കുന്ന ഒരു കാര്യമാകുന്നു. നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ട്രാഫിക് നിയമങ്ങൾ ഒരാൾ അംഗീകരിക്കുന്നത് ഒരാൾക്ക് ഇഷ്ടമില്ലെങ്കിലും വാഹനമോടിക്കുന്നവൻ ട്രാഫിക് നിയമം അംഗീകരിക്കുന്നത് ആ നിയമം അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ആലോചിച്ചുകൊണ്ടാണ്. ചിലർ ജോലിയുടെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യുന്ന പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ അവർക്കിഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ അംഗീകരിക്കുന്നു. എന്നാൽ കുടുംബത്തിലെ നിയമങ്ങൾ അങ്ങനെയല്ല. അത് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാകുന്നു. സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൃദയങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രേരണയുടെ അടിസ്ഥാനത്തിലാണ് കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കുടുംബം എന്നതിന് കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്ന് അർത്ഥം പറയുന്നത്. ആ ഇമ്പം, ആ സ്നേഹവും പരസ്പര ബന്ധവും എത്രമാത്രം അകലങ്ങളിലായാലും കാലങ്ങൾ ഏറെ പിന്നിട്ടാലും അത് നിലനിൽക്കുന്ന ഒരു ബന്ധമാകുന്നു. സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് കുടുംബം എന്നത്. ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളവർ വ്യത്യസ്തമായ ആശയഗതിയും അഭിപ്രായങ്ങളുമുള്ളവരാണെങ്കിലും ഏറെക്കുറെ യോജിക്കുന്ന ഒരു പോയിന്റ്, കുടുംബ ഭദ്രത നിലനിന്നാൽ മാത്രമേ സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതം സുസാധ്യമാകൂ എന്നതിനെക്കുറിച്ചാണ്. ആ കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പാശ്ചാത്യ ലോകവും പൗരസ്ത്യ ലോകവും തമ്മിലുള്ള
ഒരു വലിയ സാംസ്കാരികമായ സംഘടനമായി പലരും പറഞ്ഞു കാണുന്നത് കുടുംബത്തെക്കുറിച്ചുള്ള ഇരു കൂട്ടരുടെയും അഭിപ്രായങ്ങളിലുള്ള ചില വ്യത്യാസങ്ങളാകുന്നു. ഭദ്രമായ കുടുംബാന്തരീക്ഷത്തിൽ ജീവിക്കുകയും കുടുംബത്തെ ഒരു സമൂഹത്തിൻ്റെ ചെറിയ യൂണിറ്റായി പരിഗണിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ പുരോഗതിക്ക്, സാമൂഹ്യമായ സമാധാനത്തിന് കുടുംബത്തിൽ സമാധാനം നിലനിൽക്കേണ്ടത് ആവശ്യമാകുന്നു എന്ന് കരുതുകയും അങ്ങനെ മാതാപിതാക്കൾ കുട്ടികൾ ചെറുതാകുമ്പോൾ കുട്ടികൾക്ക് ആവശ്യമായ ശിക്ഷണവും അതുപോലെ പരിശീലനവും നൽകി സമൂഹത്തിന് ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം. സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് സോഷ്യലൈസേഷൻ എന്ന, സാമൂഹികീകരണം എന്ന. ഒരു കുട്ടി പ്രസവിക്കപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഉമ്മയെ മാത്രമേ ആ കുട്ടിക്ക് പരിചയമുള്ളൂ. ക്രമേണ ഉപ്പയുമായി ആ കുട്ടിക്ക് പരിചയമുണ്ടാകുന്നു. പിന്നീട് വീട്ടിലുള്ള മറ്റുള്ളവരുമായി പരിചയം സ്ഥാപിക്കുന്നു. ഇങ്ങനെ ഓരോ ദിവസം പിന്നിടുമ്പോഴും ആ കുട്ടി സമൂഹത്തിലേക്ക് ഓരോരുത്തരോട് സംസാരിക്കാനും ഇടപെടാനും അവൻ ആരംഭിക്കുകയാണ്. ഇങ്ങനെ ആ ഒരു സാമൂഹികരണ പ്രക്രിയ, സോഷ്യലൈസേഷൻ എന്ന ഈ പ്രക്രിയ ഒരാളുടെ മരണം വരെയും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആരാണ് ഇതിൻ്റെ ശിക്ഷണം തുടക്കത്തിൽ നൽകേണ്ടത്? ഉമ്മയാണ്. പലപ്പോഴും പല കുട്ടികളും, പ്രത്യേകിച്ച് ഇപ്പോൾ വളർന്നു വരുന്ന തലമുറക്ക് സമൂഹത്തിൽ ഇടപെടാനുള്ള താല്പര്യക്കുറവ് നമുക്ക് കാണാം. അടിസ്ഥാനപരമായി മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കേണ്ട ഈ ഒരു ശിക്ഷണം, എങ്ങനെ സമൂഹത്തിൽ ജീവിക്കണം, ഒരു ചെറിയ ഇടവഴിയിലൂടെ പോകുന്ന ഒരാൾക്ക്, ഒരു ഇടവഴിയിലൂടെ വാഹനമോടിക്കുന്നവന്, അധികമൊന്നും വാഹനമോടിക്കാത്ത ഒരു റോഡിലൂടെ പോകുന്നവന് വല്ലാത്ത നിയമങ്ങളും ട്രാഫിക് നിയമങ്ങളും ഒന്നും അനുസരിക്കേണ്ടി വരില്ല. എന്നാൽ റോഡിൻ്റെ വീതി കൂടുകയും വാഹനങ്ങളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നിടത്ത് പലരെയും സഹിക്കാനും പലതും പൊറുക്കാനും ക്ഷമിക്കാനും ഒക്കെയുള്ള ഒരു മനസ്സാവശ്യമായി വരും. ഇതുപോലെ തന്നെ കുടുംബത്തിൽ ഉമ്മയുടെ കൂടെ ജീവിക്കാൻ വലിയ ക്ഷമ ഒരുപക്ഷെ ആവശ്യമായി വരില്ല. ഉപ്പയുടെ കൂടെ ജീവിക്കാൻ വലിയ ത്യാഗങ്ങളോ മാനസികമായ ഒരുക്കങ്ങളോ അതിനാവശ്യമായി വരില്ല. അതേസമയം റോഡിലേക്ക് ഇറങ്ങി ആളുകളോട് സംസാരിക്കുമ്പോൾ, സ്കൂളിൽ ചെന്ന് കോളേജിൽ ചെന്ന് സഹപാഠികളോട് സംസാരിക്കുമ്പോൾ, അധ്യാപകരോട് സംസാരിക്കുമ്പോൾ, ഈ സമൂഹത്തിലെ മറ്റു പലരുമായി ഇടപെടുമ്പോൾ ആ സമയത്ത് ഉണ്ടാവേണ്ട ആർജവവും രീതിശാസ്ത്രവും പഠിക്കേണ്ടത് വീടുകളിൽ വെച്ചാണ്. അതുകൊണ്ടാണ് വീടാണ് ഒന്നാമത്തെ വിദ്യാലയം എന്ന് പറയുന്നത്. വീട്ടിൽ വെച്ച് ഒരു കുട്ടി ശീലിക്കുന്നു, ഉമ്മയോട് സംസാരിക്കാൻ ശീലിക്കുന്ന കുട്ടിക്ക്, ഉമ്മയോട് മാത്രമേ ഒരു കുട്ടിക്ക് പരിചയമുള്ളൂ സംസാരിക്കാനെങ്കിൽ ആ കുട്ടിക്ക് ഉമ്മയോടുള്ള സംസാര രീതി കൊണ്ട് മാത്രം സമൂഹത്തോട് സംസാരിക്കാൻ കഴിയില്ല. വീട്ടിലുള്ളവരോട് സംസാരിക്കുന്ന അതേ ഭാഷയിൽ പുറത്തുള്ളവരോട് സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ സമൂഹം മാറുന്നതിനനുസരിച്ച് സമൂഹത്തിലേക്ക് ഒരു കുട്ടി ഇടപെടുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന ഇടപെടലിൻ്റെ സാധ്യതകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് അത്തരം മേഖലകളിൽ എങ്ങനെ സംസാരിക്കണം എന്ന ഒരു പരിശീലനം, എങ്ങനെ ജീവിക്കണം എന്നൊരു പരിശീലനം ഒരു കുട്ടിക്കുണ്ടാവണം. അതുകൊണ്ടാണ് കുടുംബം അടിസ്ഥാനപരമായി ഒരു കുടുംബത്തിൽ വളരുന്ന കുട്ടി ആ കുടുംബത്തിൻ്റെ സദാചാര ബോധവും ആ കുടുംബത്തിൻ്റെ മൂല്യബോധവും അനുസരിച്ചുകൊണ്ട് വളർന്നു വന്നൊരു കുട്ടി ആ കുടുംബത്തിൻ്റെ സാംസ്കാരികമായ നിലവാരമനുസരിച്ച് മറ്റുള്ളവരോട് ഇടപെടാൻ ആരംഭിക്കുന്നു എന്നതാണ്. ആ ഒരു പ്രക്രിയ യഥാർത്ഥത്തിൽ ബോധപൂർവം മാതാക്കളിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ്, മാതാപിതാക്കളിൽ നിന്നുണ്ടാവേണ്ടതാണ്. പലപ്പോഴും നമുക്കറിയാം, ഈ പാരന്റിങ് എന്ന് പറയുന്ന ശിക്ഷണം അഥവാ രക്ഷകർത്തൃത്വം എന്നത് വലിയൊരു കലയായി അറിയപ്പെടുന്ന സംഗതിയാണ്. പലർക്കും അതിന് കഴിയില്ല. കാരണം ഇവിടെ എല്ലാറ്റിനും കോഴ്സുകളും പരിശീലനവും നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ 6 മാസത്തെ ഏതെങ്കിലും ഒരു ജോലിക്ക് പോലും, 6 മാസം കിട്ടുന്ന ഒരു ജോലിക്ക് പോലും ഒരു സെയിൽസ്മാൻ ആയി ജീവിക്കണമെങ്കിൽ പോലും പരിശീലനമുണ്ട്. വളരെ ചെറിയ ജോലി ഏറ്റെടുക്കണമെങ്കിൽ പോലും അതിന് ദിവസങ്ങൾ നീളുന്ന, മാസങ്ങൾ നീളുന്ന ഓറിയന്റേഷൻ ക്യാമ്പുകളും ക്ലാസ്സുകളും അതുപോലെ പരിശീലന കളരികളുമുണ്ട്. എന്നാൽ ജീവിതകാലത്തിലെ വലിയൊരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ആവശ്യമായ ഈ രക്ഷകർത്തൃത്വം, വലിയൊരു കാലഘട്ടത്തിലേക്ക് ആവശ്യമായ പാരന്റിങ് എന്ന ഒരു പ്രവർത്തനത്തിന് മുന്നോട്ട് പോകുന്ന ഒരു ഉമ്മക്കും ഉപ്പക്കും അല്ലെങ്കിൽ രക്ഷിതാവിന്, മാതാപിതാക്കൾക്ക് ആ നിലക്കുള്ള ഒരു ശിക്ഷണമോ ആ നിലക്കുള്ള ഒരു പരിശീലനമോ ആ നിലക്കുള്ള ഒരു കോഴ്സുകളോ സാധാരണഗതിയിൽ ലഭിക്കുന്നില്ല എന്നതാണ്. ഒരാൾ പിതാവാകുന്നത് പിതാവാകാനുള്ള യോഗ്യതയുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഒരാൾ മാതാവായിത്തീരുന്നത്
മാതാവാകാനുള്ള യോഗ്യതയുടെ സർട്ടിഫിക്കറ്റ് അയാളുടെ കയ്യിലുള്ളത് കൊണ്ടല്ല, മറിച്ച് സ്വാഭാവികമായി പ്രകൃതിയുടെ ഭാഗമായി അങ്ങനെ ആയിപ്പോകുന്നു എന്നതാണ്. ആ ബോധപൂർവമല്ലാതെ, അതിനെക്കുറിച്ചൊന്നും പഠിക്കാതെ, ഒരു മുൻപരിചയമില്ലാതെ, മുൻധാരണയില്ലാതെ, പ്ലാനിങ് ഇല്ലാതെ പിതാവും മാതാവുമായി തീരുന്ന ദമ്പതിമാർ, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നു, കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം എന്ന് അറിയുന്നില്ല അവർക്ക്. അതിൻ്റെ ദുരന്തം നമ്മുടെ നാട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികൾക്ക് സ്നേഹം കൊടുക്കേണ്ടതിനെ പറ്റി നമ്മൾ സംസാരിക്കും, പക്ഷേ കുട്ടികളെ എങ്ങനെ സ്നേഹിക്കണം എന്ന് പല ആളുകൾക്കും അറിയുന്നില്ല. അപ്പൊ അതിന്റെ ഫലമായി സ്നേഹം കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ സ്നേഹത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ. വീട്ടിൽ വെച്ച് നടക്കേണ്ട സ്നേഹപ്രകടനങ്ങൾ, വീട്ടിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹപ്രകടനങ്ങൾ, അത് കൊടുക്കുന്നിടത്ത് പിശുക്ക് കാണിക്കുന്നവരാണ് അങ്ങാടിയിലും ഗ്രൗണ്ടിലും പോയി പരസ്യമായി അത്തരത്തിലുള്ള സ്നേഹപ്രകടനങ്ങൾ നടത്തണം എന്നാവശ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ പാശ്ചാത്യ ശക്തികളുടെ സാംസ്കാരികമായ അധിനിവേശത്തിനൊരു ഭാഗം കൂടിയാണിത്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന, അതല്ലെങ്കിൽ മധ്യേഷ്യയിൽ നിലനിൽക്കുന്ന ഇസ്ലാമിക സമൂഹത്തിലും അതുപോലെ ഹിന്ദുമത സമൂഹത്തിലുമൊക്കെ നിലനിൽക്കുന്ന കുടുംബാന്തരീക്ഷം, ആ കുടുംബ ഭദ്രത നിലനിൽക്കുകയാണെങ്കിൽ തങ്ങൾക്ക് തങ്ങളുടെ വിപണി ചെലവാകില്ല എന്നതുകൊണ്ട് തന്നെ, തങ്ങൾക്ക് തങ്ങളുടെ വിപണിയിലെ ചെലവഴിക്കൽ എളുപ്പമാകില്ല എന്നതുകൊണ്ട് തന്നെ ഈ കുടുംബ ഭദ്രത തകർക്കുക എന്നത് പാശ്ചാത്യരുടെ എക്കാലത്തെയും ആഗ്രഹങ്ങളിൽ ഒന്നാണ്. അത് നേർക്കുനേരെ കുടുംബ ഭദ്രത തകർക്കാൻ കഴിയില്ല. പാശ്ചാത്യ ലോകത്തൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം, അവിടെ കുട്ടികളിൽ നിന്ന് വല്ലതും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അവിടുത്തെ മാതാപിതാക്കൾ കുട്ടികളെ വളർത്തുന്നത്. വാർദ്ധക്യത്തിൽ ഞങ്ങളെ കുട്ടികൾ നോക്കണം എന്ന് പാശ്ചാത്യ സമൂഹം വല്ലാതെ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പാശ്ചാത്യർ വളർത്തുന്ന കുട്ടികൾ, കുട്ടികൾ വളർന്നു വരുന്നു. പക്ഷേ അവിടെയുള്ള പിതാവും മാതാവും ഈ കുട്ടി വാർദ്ധക്യത്തിൽ എന്നെ പോറ്റി എനിക്ക് പരിചരണം നൽകുമെന്നോ എനിക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു തരുമെന്നോ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് മുമ്പേ തന്നെ അക്യൂട്ട് കെയർ സെന്ററുകളിലും അതുപോലെ ഓൾഡ് ഏജ് ഹോമുകളിലുമൊക്കെ നേരത്തെ തന്നെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് അവരുടെ വാർദ്ധക്യത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ കേരളീയർ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ മക്കൾക്ക് വേണ്ടി പണിയെടുക്കുന്നത്, മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നത് മക്കളിൽ ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്തിക്കൊണ്ട, വാർദ്ധക്യത്തിൽ മക്കൾ എന്നെ നോക്കും, പരിപാലിക്കുമെന്ന വിശ്വാസം കൊണ്ട, ആ വിശ്വാസത്തിനാണ് അടുത്ത കാലത്തായി ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തെക്കൻ കേരളത്തിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ കണ്ട വാർത്തയിൽ ഒരു അമ്മ മരണപ്പെട്ട വിവരം കുട്ടികൾ അറിയുന്നത് ഡോക്ടർമാരും എഞ്ചിനീയർമാരുമൊക്കെയായി വിദേശത്ത് ജോലിയെടുക്കുന്ന പല അവിടെയുള്ള ആളുകൾ, അവരുടെ മക്കൾ അറിയുന്നത് 1.5 മാസത്തോളം കഴിഞ്ഞിട്ടാണ് എന്ന് പത്രങ്ങളിൽ നമ്മൾ കണ്ടു. സമാനമായ ഒരുപാട് വാർത്തകൾ വേറെയും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അപ്പൊ ഇങ്ങനെ കുടുംബ ബന്ധങ്ങളിൽ വരുന്ന വിള്ളലുകൾ, മാതാപിതാക്കളിലും മക്കളിൽ ഉണ്ടാകുന്ന അകൽച്ചകൾ, ഇതൊക്കെ ഒരു പുതിയ ചിന്തക്ക് വേണ്ടി നമ്മെ പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. ഞാനധികം വിശദീകരിച്ച് സംസാരിക്കുന്നില്ല. ഈ ആമുഖ സംസാരത്തിൽ അധികമൊന്നും സംസാരിക്കേണ്ട ഒരാവശ്യവുമില്ല. കാരണം വളരെ പ്രഗത്ഭമായ 3 പ്രബന്ധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ അവതരിപ്പിക്കാനിരിക്കുന്നു. ബഹുമാന്യരായ MM അക്ബർ, അതുപോലെ ജൗഹർ അയിനിക്കോട്, പ്രൊഫസർ K മുഹമ്മദ് ഹസൻ എന്നിവർ 3 പ്രബന്ധങ്ങൾ വളരെ വിശദമായ രീതിയിൽ ഇവിടെ ഇത് സംബന്ധമായി അവതരിപ്പിക്കും. അപ്പൊ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും, കുട്ടികളാകട്ടെ, മുതിർന്നവരാകട്ടെ, സ്ത്രീകളാകട്ടെ, പുരുഷന്മാരാവട്ടെ, എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം നിലനിൽക്കണം എന്ന. പക്ഷേ ഈ സമാധാനമുള്ള കുടുംബാന്തരീക്ഷം നിലനിൽക്കാൻ എന്തെല്ലാം നിക്ഷേപം വേണമോ ആ നിക്ഷേപത്തെ പറ്റിയുള്ള ബോധം യഥാർത്ഥത്തിൽ അവർക്കില്ല എന്ന ഒരു ദയനീയമായ അവസ്ഥ എല്ലാ കുടുംബങ്ങളിലും നിലനിൽക്കുന്നു. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആധിക്യം നമ്മുടെ കുടുംബത്തിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുവേള തിരിച്ചു ചോദിച്ചാൽ ഈ മദ്യവും മയക്കുമരുന്നും ഉണ്ടാകുന്നത് തന്നെ, വീടുകളിൽ സ്ഥാനം പിടിക്കുന്നത് തന്നെ കുടുംബാന്തരീക്ഷത്തിൽ വരുന്ന വിള്ളലിന്റെ ഭാഗമായാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം നമ്മുടെ സമൂഹത്തിൽ അനിവാര്യമാകുന്നു എന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി ഇന്ന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ നഗരവികസന വകുപ്പ് മന്ത്രി ബഹുമാനനായ മഞ്ഞളാംകുഴി അലി അവറുകളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിൽ അദ്ദേഹം ഉടനെ തന്നെ എത്തിച്ചേരും. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പരിപാടി അധ്യക്ഷത വഹിക്കുന്നത് KNM സംസ്ഥാന സെക്രട്ടറി ബഹുമാനനായ അബ്ദുറഹ്മാൻ പാലത്ത് അവറുകളാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്.
അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ പ്രസീഡിയം അലങ്കരിച്ച് നമ്മുടെ ബഹുമാന്യരായ നേതാക്കന്മാരുണ്ട്. പ്രൊഫസർ യൂസുഫ് സക്കർ, ബി അബൂബക്കർ സലാഹി, ടി യൂസുഫ് സലാഹി, ഇ ടി ബീരാൻകുട്ടി, ഷബീർ മാസ്റ്റർ, നിസാർ ചെറുകാബ്, കെ വി ബഷീർ. അതുപോലെ നമ്മുടെ സ്റ്റേജിലിരിക്കുന്ന പല വ്യക്തിത്വങ്ങളും, ബഹുമാന്യരായ പല വ്യക്തിത്വങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരെയും ഈ 30ാം വാർഷിക സമ്മേളനത്തിന്റെ കുടുംബ സംഗമത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പരിപാടി സശ്രദ്ധം ശ്രവിച്ച് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ വീടുകളിൽ അതിനനുസൃതമായ മാറ്റമുണ്ടാക്കാൻ പരിശ്രമിക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.